ശമൂവേലിന്റെ 2-ാം പുസ്തകം 16-ാം അധ്യായം 10-ാമത്തെ വാക്യം. അതിന് രാജാവ്, സെയോരയുടെ പുത്രന്മാരെ, എനിക്കും നിനക്കും നിങ്ങൾക്കും തമ്മിലെന്ത്? അവൻ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്ക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പിന്നെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ത് എന്ന് ആര് ചോദിക്കും എന്ന് പറഞ്ഞു. നമുക്കിവിടെ ദാവീദ് രാജാവിന്റെ ഒരു ജീവിത അനുഭവം കാണാൻ കഴിയും. ശിമെയി എന്ന് പറയുന്ന ഒരാൾ ദാവീദിനെ ശപിച്ചുകൊണ്ട് രക്തപാതക, നീച എന്ന് പറഞ്ഞ് ദാവീദിന്റെ പിന്നാലെയാണ്. അങ്ങനെ വരുമ്പോൾ സെരൂയയുടെ പുത്രന്മാർ പറയാണ്, ഞാൻ അവനെ കൊല്ലാം, അവനെ വെട്ടിക്കളയാം. പക്ഷെ ദാവീദ് പറയുന്ന 2 കാര്യം. ദൈവം അവനോട് കൽപ്പിച്ചിരിക്കുകയാണ് ദാവീദിനെ ശപിക്കുക എന്ന്. യഹോവ കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാണ് അവനെതിരായിട്ട് പറയുക? നമുക്കെതിരെയും ചില ആളുകളെ യഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. നമുക്കെതിരെ ദോഷം പറയാൻ, നമുക്കെതിരെ പ്രക്ഷോഭം ഉണ്ടാക്കാൻ, നമുക്കെതിരെ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കാൻ ദൈവം ചിലരോട് കൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ അതങ്ങ് മനസ്സിലാക്കുക. കർത്താവ് അനുവദിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ ഹിതത്തിന് നമ്മളെ തന്നെ പരിപൂർണമായി വിധേയപ്പെടുത്താം. ദൈവിക ആലോചനകൾക്ക് നമ്മളെ തന്നെ വിനയപ്പെടുത്താം. ദൈവം നമ്മെ സഹായിക്കട്ടെ.